ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാ. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവര് പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിനർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആന് ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജംഅ ചെയ്തിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, മഹാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ബിദ്അത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത്? അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത്? സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത്? നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന്, മദ്രസക്ക്, ദർസിന്, അറബി കോളേജുകൾക്ക്? വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ? അതും പോട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തോടും. എന്നിട്ട് അവര് പറയും ഇസ്ലാമിൽ അവസാനം ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ്. അത് തന്നെ തെറ്റാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് അതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ ഔ കമാ ഖാല അല്ലാഹ്. ആയത്ത് അവസാനം ഇറങ്ങുന്നത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി, ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇസ്ലാം എന്ന് പുറത്താവോ? അത് ഖുർആൻ തന്നെയല്ലേ? ഇസ്ലാം പൂർത്തിയായി എന്ന് തക്മിലത്ത് കഴിഞ്ഞു. ഇസ്ലാം വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു, ഇനി ഇസ്ലാമിക്കൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക, ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ അതിനെ പറ്റി പറയാം? ഈ ആയത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്നല്ല, ഇതിനപ്പുറത്തില്ല എന്നാണോ? ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യ ഹബീബിന്റെ മൗലിദ് ലോകത്ത് ആചരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ മക്കൾ അറിയണം, ലോകം അറിയണം. അത് റബീഉൽ അവ്വലിൽ മാത്രമെന്നല്ല, നമ്മൾ അത്രയെങ്കിലും വേണ്ടേ? അത്രയെങ്കിലും വേണ്ടേ? റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ. അപ്പൊ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന്? ആണ്. ഏതുപോലെ ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ദിവസമാണത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലേക്ക് കടന്നത്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസമല്ലേ? അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ? അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യല്ല എന്ന് പറയാൻ പാടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്നറിയുന്നില്ല. ബിദ്അത്ത് ഒരു ദുരന്തമാണ്, അതൊരു അപകടമാണ്. നമ്മുടെ അഖീദയെ, പുണ്യ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ്. തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോ ഫൽയദ്കുർ മുസീബതി മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത്. തങ്ങൾ വഫാത്തായില്ലേ, പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം? ആര് വഫാത്തായെങ്കിൽ എന്താ? ഹബീബ് വഫാത്തായില്ലേ, അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും.
നമ്മുടെ വാപ്പയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയെക്കാൾ, കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ആലോചിക്കുമ്പോ തങ്ങൾ വഫാത്തായ ദിനം തന്നെയാണ്. പക്ഷേ ഹബീബെന്ന് ആ ഒരു നിഅ്മത്ത് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലയോ അള്ളാഹു നമുക്ക് നൽകിയത്. ഇതുപോലെ വെള്ളിയാഴ്ച ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ, ആദം നബി സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലയോ വെള്ളിയാഴ്ച. ആ ദിവസം തന്നെയാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം, കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായ ദിനം തങ്ങൾ ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ തങ്ങളെന്ന നിഅ്മത്ത്, തങ്ങളെന്ന റഹ്മത്ത് ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത്? ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടും? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും, വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക. മൗലിദ് ചൊല്ലുന്നവൻ തന്നെ പടച്ചോനെ ചെല്ലാൻ പറ്റൂ റബ്ബെ, ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവോ? ഇത് ബിദ്അത്താണോ? പാടില്ലാത്തതാണോ? കുറ്റം കിട്ടുമോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്കറിയോ മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് സമർത്ഥിക്കാൻ 150-ലേറെ കിതാബുകൾ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ